എനിക്കൊരു ഇടിയപ്പത്താ. വേണമെങ്കിൽ തനിയെടുത്ത് കഴിക്കണോ? കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ. സുഷ് ശാലിനി, നടക്കും മോളെ, നമുക്ക് അകത്തോട്ടിരിക്കാം. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? അവളിങ്ങി വന്നു കയറിയല്ലേ ഉള്ളൂ ശാന്തേ. സംസാരിക്കാനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. മരുന്നിന്റെ യാത്രയുടെ ഒക്കെ ക്ഷീണത്തിലവള്. ഒന്ന് കിടക്കട്ടെ. വാ അമ്മേ, എനിക്കിപ്പോ കിടക്കാനല്ലമ്മേ തോന്നുന്നേ. നല്ല കടുപ്പത്തിലൊരു ചായ കുടിക്കണം, അതും അമ്മയുടെ കൈ കൊണ്ട്. അമ്മ വാ. ശരി, വാ. ഇരിക്കെ. സൂക്ഷിച്ച്. ഞാൻ ചായ എടുക്കാം മോളെ. അല്ല, നിങ്ങളെല്ലാരും എന്താ നിക്കുന്നെ? ഇരിക്കേ. എനിക്ക് ചെറിയൊരു പരിക്ക് പറ്റി. ഓപ്പറേഷനൊക്കെ വേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ സുഖമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ എന്നെ തിരികെ ഇവിടെ എത്തിച്ചേ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. നമ്മളെ ജീവിതത്തിനും മരണത്തിനും ഇവിടെ കിടക്കുമ്പോ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടുന്നതിനൊപ്പം എനിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയുടെ സ്നേഹത്തിന്റെ ഈ മധുരം പോലെ നിങ്ങളെയൊക്കെ എനിക്ക് നഷ്ടപ്പെടുമല്ലോ എന്ന്. നിനക്ക് എന്താ അറിയണ്ടേ? എന്റെ അനിയത്തിക്ക് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന്, ഇവൾക്ക് ഇവളുടെ ഭർത്താവിന്റെ ഒപ്പം ജീവിക്കാൻ കഴിയുമെന്ന്. വെടികൊണ്ട് ചികിത്സ ശാലിനി തിരികെ വീട്ടിലെത്തി. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ പ്രീതി ഇതുവരെ മടങ്ങിയെത്തിയില്ല. പിള്ളേ, അവള് ശാരദാമ്മയുടെ വീട്ടിൽ തന്നെ ആണല്ലോ അല്ലേ? അതെ. ആ, ശാലിനിയുടെ ശരീരത്തിനേറ്റ പരുക്ക് ഭേദമായെങ്കിലും പ്രീതിയുടെ മനസ്സിലുണ്ടായ പരുക്ക് ഭേദമായിട്ടുണ്ടാവില്ല. സ്നേഹം മാത്രമേ അതിന് ഔഷധമായിട്ടുള്ളൂ. അവള് കുറച്ചു കാലം അവിടെ നിൽക്കട്ടെ. അത് ഞാൻ അവൾക്ക് സ്നേഹം കൊടുക്കുന്നില്ലെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? നീ ആർക്കാ ഭാമെ സ്നേഹം കൊടുത്തിട്ടുള്ളത്? ഭർത്താവിൽ നകറ്റി നിർത്തിയിരിക്കുന്ന പ്രീതിക്കോ? അതോ ഭാര്യയിൽ നകറ്റാൻ ശ്രമിക്കുന്ന വിഷ്ണുവിന്? ഇതൊന്നുമല്ല, ഇതെല്ലാം കണ്ട് ഉരുവിക്കൊണ്ടിരിക്കുന്ന ഈ എനിക്കോ? സ്വന്തം താലിയറ്റ് പോവാതിരിക്കാൻ ഈ വീടിന്റെ അടച്ചിട്ട വാതിൽ തട്ടി നെഞ്ചി നീറി വിലപിച്ച എന്റെ മകളുടെ ശബ്ദം ഇപ്പോഴും ഈ കാതിലുണ്ട്.
ഒരു വശം തളർന്നു പോയ ഞാൻ ഇഴഞ്ഞു വലിഞ്ഞായി സ്റ്റെയർ കയറിയത്. ആ വിലാപത്തിന്റെ സത്യസന്ധത തിരിച്ചറിഞ്ഞിട്ട് തന്നെ. പടികളിൽ ഒരഞ്ഞ് മുട്ടിലുണ്ടായ വേദന ഇനിയും മാറിയിട്ടൊന്നുമില്ല. സ്വന്തം മകളുടെ താലി കാക്കേണ്ട നീ മരുമകന്റെ രണ്ടാം കെട്ടിന് കാവൽ നിൽക്കുവായിരുന്നു അമ്പലത്തില്. നിന്റെ മകളെ കൊണ്ടവിടെ പാഞ്ഞത്തെ ശാലിനി നിറവേറ്റിയത് നീ ചെയ്യേണ്ട പ്രവൃത്തി ഒരു അമ്മയുടെ കടമയാണ്. എന്നിട്ട് അവർക്ക് കിട്ടിയ പ്രതിഫലോ നെഞ്ചിലേക്ക് ഒരു വെടിയുണ്ട. ഇതൊക്കെയാണോ ഇതൊക്കെയാണോ ഭാമേ സ്നേഹം എന്ന് പറയുന്നത്? സ്നേഹം ഉണ്ടായിരുന്നു ഈ വീട്ടില്. ഒരു കാലത്ത് സ്നേഹം മാത്രമാണ് ഈ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്നത്. നമ്മുടെ കഷ്ടപ്പാടിന്റെയൊക്കെ നാളുകളിൽ ഒരു ജീവിതം കരയ്ക്ക് എത്തിപ്പിടിക്കുമ്പോ എല്ലാം ഭാമേ, പ്രീതിയുടെ ആദ്യത്തെ കുഞ്ഞ് അബോർഷനായി നിമിഷം തകർന്നതാ ഈ വീട്ടിൽ സന്തോഷവും സമാധാനവും എല്ലാം. അന്ന് വീൽചെയറിലേക്ക് വീണ എന്റെ നെഞ്ചിലെ കണ്ണുനീർത്തുള്ളി ഇപ്പോഴും ഉണങ്ങിയിട്ടൊന്നുമില്ല. മകളുടെ ഭർത്താവിനോട് നീ ആവശ്യത്തിനോ അനാവശ്യത്തിനോ വളർത്തിയ വാശി നമുക്ക് സന്തോഷ സമാധാനം അല്ല ഭാമയെ സമ്മാനിച്ചത്. കൂനിമേ കുരുവെന്നൊന്നും അല്ല പറയേണ്ടത്. അതിനപ്പുറമുള്ള ദുരന്തമാ നിന്റെ കൂട്ടുകാരുടെ മകൾ സുസ്മിത. നീ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാ. ഇപ്പൊ നീ സ്നേഹിക്കുന്നത് അവളെ മാത്രമാ, ആ സുസ്മിതയെ. നിനക്ക് സ്നേഹമില്ലായിട്ടൊന്നും അല്ല. നിനക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹത്തിനിടയിലെ മറ അവളാ, ആ സുസ്മിത. അവളുടെ കണ്ണിലൂടെ നീ മറ്റുള്ളവരെ കാണുന്നത്, അവളുടെ കാതിലൂടെ നീ മറ്റുള്ളവരെ കേൾക്കുന്നു. രാഘവേട്ട, ഞാൻ ഭാമേ, ഭാരതയുദ്ധത്തിലേക്ക് നയിച്ച ശകുനി ഒരൊറ്റയാളാ. അതുപോലെ ശ്രീരാമനെയും സീതയും കാട്ടിലേക്ക് അയച്ചതും മന്ധരയും. നമ്മുടെ തലച്ചോറെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്ത മുന്നിൽ സർവനാശമായിരിക്കും. സർവനാശം. ഭാമേ, ചോര വീണ് തുടങ്ങിയിരിക്കുന്നു. അത് വീണതേ അമ്പലനടയിലാണെന്ന് മറക്കണ്ട നീ. അവിടെ വീഴേണ്ടിരുന്ന നിന്റെ മകളുടെ ചോരയും നമ്മുടെ സ്വന്തം രക്തമാ. പിള്ളേർ, എല്ലാരും വിളിച്ചില്ലേടി? വിളിച്ചമ്മേ. എല്ലായിടത്തല്ലോ അല്ലേ? ഇത് പോരമ്മേ. വാ മക്കളെ, ഇരിക്കണോ? വാ ഇരിക്കും മക്കളെ, ഇരിക്കും. സൂക്ഷിച്ചു മോളെ. നീയും കൂടി ഇരിക്കും മോളെ. വേണ്ടമ്മേ, ഞാൻ കൂടി വിളമ്പാം. ശരി. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കാണുന്നത് തന്നെ സന്തോഷം. സത്യാമ്മയുടെ വീട്ടിലെ പോലെ അധികം കറികളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ആവുന്ന പോലെയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതല്പം കടന്നു പോയില്ലേ ശാരദാമ്മേ? കേട്ടോണം, നീ ഇല്ലാത്തപ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഞാൻ ഈ കുടുംബശ്രീ ഹോട്ടലിലേക്കാ വരാറ്. മറ്റു വിദ്യകൾ ശീലിക്കുന്ന പോലൊന്നും അല്ല മോനെ പാചകം. ഓരോ തവണയും അതൊരു പരീക്ഷണമാ. ഒരു പൊടിക്ക് എവിടെയെങ്കിലും തെറ്റിയാ മൊത്തം പിഴച്ചു. ശാരദാമ്മയ്ക്ക് എവിടെ തെറ്റിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഓ, ഇവിടുത്തെ ഭക്ഷണവും ഇയാളും ഒന്നിച്ചല്ലേ എന്നെ മനസ്സിൽ ഇടം പിടിച്ചേ. പൊളിച്ചു.
ഭക്ഷണത്തിന് രുചി കൂടാൻ കാരണം ശാരദാമ്മയുടെ കൈപ്പുണ്യം മാത്രമല്ല വിഷ്ണുട്ടാ. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവര് ഒന്നിച്ചിരിക്കുമ്പോ ഭക്ഷണത്തിന് രുചിയും കൂടും. നമ്മുടെ വീട്ടില് എല്ലാരും ഒന്നിച്ചിരുന്നാ കഴിക്കുന്നതെങ്കിലും മനസ്സുകൊണ്ട് ഓരോരുത്തരും ഒരുപാട് ദൂരെയാ. കഴിക്ക് പ്രീതി. പ്രീതി പറഞ്ഞ ഒരു കണക്കിന് ശരിയാ. മറ്റുള്ളവരുടെ സന്തോഷവും കൂടെ നമ്മുടേതാവുമ്പോഴാ ഒരു വീടാവുന്നത്. ഇവിടെ ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. ശാരദാമ്മയെ പോലൊരു അമ്മയെ കിട്ടാൻ പുണ്യം ചെയ്യണം. അങ്ങനെയൊന്നും അല്ല മോനെ. ഓരോരുത്തരെ അങ്ങനെ ആക്കിയെടുക്കുന്നത് അവരവരുടെ സാഹചര്യമല്ലേ. ഡോ അല്ല ഇയാളെന്താ ഈ കാണിക്കുന്നത്? എന്താ വിഷ്ണുട്ടാ? ദേ ഞാൻ ഇവിടെ ഇരിക്കല്ലേ. വേണ്ട വിഷ്ണുട്ടാ, ഞാൻ തനിയെ കഴിച്ചോളാം. ദേ അതൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് വാ തുറന്ന്. അതൊന്നും വേണ്ട, കഴിച്ചേ. ഇതെന്തിനാ നാണിക്കണേ? അതെ, ഞാനും തരട്ടെ. കുറച്ച് കൂടുന്നുണ്ട്. അല്ല നിനക്കെന്തത്ര നാണം? അല്ല നേരത്തെ ഞാൻ തന്നെയല്ലേ തന്നോണ്ടിരുന്നേ അല്ലേ? പോ വിഷ്ണുട്ടാ. ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളും തനിച്ചായിരുന്നില്ലേ? മോനെ, ഇനി സമയം പോലെ അമ്മയെ കാണാൻ പോണം. കഴിച്ചോ? അതിപ്പോ എന്തിനാ ശാരദാമ്മ? നമ്മളിവിടെ രാമായണ പൂജ നടത്തുകയല്ലേ, അതിന് സത്യാമ്മ ക്ഷണിക്കണം. ശാരദാമ്മ അത് ഒഴിവൊന്നും പറയണ്ട. മനസ്സിലെ രാവണനെ നിഗ്രഹിച്ച് വീടിനുള്ളിൽ ശ്രീരാമ ചൈതന്യം നിറയാനാ രാമായണ പൂജ നടത്തുന്നത്. അതിനിടെ ആരോടും ദേഷ്യമൊന്നും വച്ചുകൊണ്ടിരിക്കണ്ട. അമ്മയാ, മറക്കരുത്. വിഷ്ണുട്ടാ, ഞാനും കൂടി വരാം. നീ കഴിച്ച്. രാജീവ് സാർ പറഞ്ഞത് ശരിയാ. ഈ വീട്ടിൽ ഓരോരുത്തരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ. നിങ്ങളൊരു പുണ്യം തന്നെയാ ശാരദാമ്മേ. ബ്ലേഡ് സത്യഭാമയുടെ മകളായിട്ട് വളർന്നവളാ ഞാൻ.
അമ്മയേട്ടന് നാട് ഭരിക്കുമ്പോ ഞാൻ കണ്ണീര് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ചോര വീണ് തുടങ്ങിയിരിക്കുന്നു. അവിടെ വീഴേണ്ടി ഒരു നിന്റെ മകളുടെ ചോരയും നമ്മുടെ സ്വന്തം രക്തമാ. ഭാമേ, ഭാമേ, എന്താ? അല്ല കണക്കെന്തോ നോക്കാണെന്ന് പിള്ള പറഞ്ഞു. അത് പിന്നെ നോക്കാം. കൂട്ടിയ കണക്കുകളൊക്കെ പിഴച്ചു. അല്ല അത് പിള്ളേ, വാ. കർക്കടക മാസത്തിൽ രാമായണ പൂജ നടത്താനുള്ള തീരുമാനം നല്ലത് തന്നെയാ. പഴമക്കാർക്കിടയിൽ അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. കുടുംബത്തിന് മൊത്തം ഐശ്വര്യമുണ്ടാകുമെന്ന വിശ്വാസം. കുറച്ചു നാളുകളായി അനർത്ഥങ്ങളും അല്ലലും ഒഴിയുന്നില്ലല്ലോ ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന്. ഇപ്പൊ കുട്ടികളെല്ലാം വീണ്ടും ഒത്തുകൂടിയിരിക്കുന്ന സ്ഥിതിക്ക് പുതിയൊരു തുടക്കമാകും ഇത്. കർമ്മിയായി തിരുമേനി തന്നെ വരണമെന്നാ. ആയിക്കോട്ടെ, വിരോധമില്ല. വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം. മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. ശാരദാമ്മയോട് പറയാൻ മറന്നു. കുറച്ചു ദിവസമായി ആളിവിടെ തന്നെയാ. ഊണും ഉറക്കവും എല്ലാം. ഒരു സ്വാമിയുടെ ജീവിതം. വഗ്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. നിങ്ങൾ മാപ്പ് പറഞ്ഞു, നിങ്ങൾ മാപ്പ് പറഞ്ഞു എന്നുള്ളത് ശരിയാ. ഒരു കത്തി നെഞ്ചിലേക്ക് കുത്തി ഇറക്കിയിട്ടും മാപ്പ് പറയുന്നത് പോലെ. അന്വേഷിക്കാൻ ഒരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ, കാര്യവിവരത്തോടെ തീരുമാനം എടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ചോദിക്കാനും പറയാൻ ആളുണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നെങ്കിലേ എന്റെ മക്കൾക്ക് ഈ ഗതി വരുമായിരുന്നു. തിരുമേനി, ഞാനൊന്ന് അങ്ങോട്ട് ആളെ കൂടി പൂജയ്ക്ക് ക്ഷണിക്കാൻ. ഓ ആയിക്കോട്ടെ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഗോപാലേട്ടാ, ചക്ഷുശ്രവണകളസ്തമ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് ഗോപാലേട്ടാ. രാമായണ പാരായണവും വ്യാഖ്യാനവുമാണ്. കേൾക്കേണ്ടവർക്കിരിക്കാം. രാമായണത്തിന്റെ സത്ത ഉറങ്ങിക്കിടക്കുന്നത് ലക്ഷ്മണോപദേശത്തിലാണെന്ന് പറയാം. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ മര്യാദാ പുരുഷോത്തമനായ മനുഷ്യജന്മം ശ്രീരാമന്റേതാണ്. ത്രയംബകം വില്ലുകുലച്ച് സീതാദേവിയെ സ്വന്തമാക്കിയ രാമൻ, സീതയെ പരിത്യജിച്ചതിന് ശേഷവും അശ്വമേധത്തിനായി തന്റെ കുതിരയെ അഴിച്ചുവിട്ട രാമൻ, കാമക്രോധ ലോഭമോഹമെല്ലാമുള്ള ഏതൊരു മനുഷ്യനെയും പോലെയുള്ള ദൈവം. ആ ദൈവിക അവതാരത്തിന്റെ സത്തയാണ് ലക്ഷ്മണോപദേശത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്.
ഞാൻ തന്നെ കെട്ടിയതല്ലേ? എല്ലാ ബന്ധവും ഇവിടെ തീരട്ടെ.